എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് പേജ് നമ്പർ 124 വരുന്ന 3ാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ശ്രദ്ധിക്കുന്ന കാര്യം, ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോപ്പ് ഉണ്ട്, ഒരു കയറുണ്ട് അല്ലേ. അത് ഉപയോഗിച്ച് അതെന്ത് ചെയ്യണം, അത് കൊണ്ട് നമ്മളൊരു ചതുരം ഉണ്ടാക്കണം, ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരപ്പളവ് ഏരിയ എങ്ങനെ വരുന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 മീറ്റർ ലെങ്ത് ഉള്ള കയർ കൊണ്ടാണ്, റോപ്പ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചതുരം ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചതുരം മുറിച്ച് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 മീറ്റർ ലെങ്ത് കിട്ടും അല്ലെ. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, ഇതിന്റെ പെരിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ഇതിന്റെ 1 മീറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ ചതുരത്തിന്റെ ചുറ്റളവാണ് 1 മീറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കാം, ഞാൻ ഇതിൽ ഒരു സൈഡ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് 2 സൈഡും അറിയില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈഡ് എക്സ് ആയിട്ട് എടുക്കുക, അതിനനുസരിച്ചിട്ട് എന്ത് വരും, രണ്ടാമത്തെ സൈഡ് എന്ത് വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്, പെരിമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്, പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് 100 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 1 മീറ്റർ എന്ന് ഞാൻ എഴുതി, 1 മീറ്റർ എന്ന് എഴുതി. ഓക്കെ അല്ലേ. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഇക്വേഷൻ എന്താ പറയുന്നത്, 2 × L + B, 2 × നീളം + വീതി = എന്ത് ചെയ്യാൻ പറ്റും, 1 മീറ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന ആകെ ഒരേ ഒരു ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, 1 മീറ്റർ ലെങ്ത് ഉള്ള റോപ്പ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചതുരം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതായത് ചതുരം നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 1 മീറ്റർ തന്നെ ആയിരിക്കും കിട്ടുന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. ആ കാര്യം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതായത് അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്താണ്, 1 മീറ്റർ ആണ് അല്ലേ. അതായത് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × L + B = 100 സെന്റിമീറ്റർ. 1 മീറ്റർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 100 സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇതും ടോട്ടലി 1 മീറ്റർ ആണെങ്കിൽ ഇതിന് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടുന്നതായിരിക്കും സെന്റിമീറ്ററിലായിരിക്കും കിട്ടുന്നത്. 10 സെന്റിമീറ്ററോ 15 സെന്റിമീറ്ററോ ഇങ്ങനെയൊക്കെയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഞാനിവിടെ 2 × ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലെ. ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ബ്രെഡ്ത്ത് വീതി നമുക്ക് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. = 100 എന്ന് പറയാൻ പറ്റും. ഇനി ഞാൻ ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് 2 × L + B എന്നാണ് അല്ലേ. അപ്പോൾ ഈ × 2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, അത് ബൈ ആയി മാറും. Therefore x + b = 100/2 = 50 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ്. നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 50 കിട്ടും. അതായത് പെരിമീറ്ററിന്റെ പകുതി അല്ലെ. ഇപ്പൊ ഈ 4 സൈഡ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 100 വരുന്നത് അല്ലെ. അപ്പൊ ഒരു തവണ നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഇതിന്റെ പകുതിയായി വരുന്ന 50. വീണ്ടും ഇത് രണ്ടും കൂട്ടുമ്പോൾ വീണ്ടും 50 കിട്ടും. അങ്ങനെയാണ് ടോട്ടലി 100 വരുന്നത് അല്ലെ. അപ്പൊ നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ 50 ആണെന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വീതി ബ്രെഡ്ത്ത് = നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ എക്സിന് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. x + b = 50 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ, അതായത് ഇവിടെ എന്ത് എഴുതണം എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. b = എന്ത് പറയാൻ പറ്റും, x അങ്ങോട്ടേക്ക് പോകുമ്പോൾ 50 - x എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെരിമീറ്റർ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചുറ്റളവ് തന്നു കഴിഞ്ഞാൽ നമ്മൾ നീളം വീതി ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 50 - x എന്ന് പറയാൻ പറ്റും. ഡൗട്ടില്ലല്ലോ. ഇനി ഇവര് ക്വസ്റ്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ റൈറ്റ് റിലേഷൻ ബിറ്റ്വീൻ a of x and x എന്ന് പറയുന്നത്. a of x ഉം x ഉം തമ്മിലുള്ള റിലേഷൻ, അതായത് ഇതിന്റെ ഏരിയ, പരപ്പളവ് അല്ലെ. അപ്പൊ ഏരിയ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. പരപ്പളവ് = അല്ലെങ്കിൽ ഏരിയ = നമ്മൾ എന്ത് ചെയ്യണം, നീളം × വീതി, L × b എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു സൈഡ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ സൈഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്, 50 - x എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് രണ്ടും നമ്മൾ എന്തെങ്കിലും ഗുണിക്കണം. അപ്പൊ എന്ത് വരും, x × 50 എന്ന് പറയുന്നത് നമ്മൾ x കൊണ്ട് 50നെയും ഗുണിക്കണം, x കൊണ്ട് x നെയും ഗുണിക്കണം. മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ആരോ മാർക്ക് ചെയ്തിരിക്കുന്നത്. x × 50 എന്ന് പറയുന്നത് എന്ത് വരും, 50x വരും, - x × x എന്ന് പറയുന്നത് എന്താണ്, x² ആണെന്ന് പറയാൻ പറ്റും. ഇതിന് ഞാൻ എന്ത് ചെയ്യണം, a of x എന്ന് എടുക്കും, ഏരിയ. ഇതൊരു പോളിനോമിയലാണ്, x വരുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇൻ ടേംസ് ഓഫ് x ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ a of x എന്ന് മാർക്ക് ചെയ്യാനുള്ള കാരണം. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ, ഈ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട്, ഇവിടെ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഓരോ a of x ഓരോ വിലകൾ കിട്ടും, അല്ലെങ്കിൽ ഏരിയ ഓരോ വിലകൾ കിട്ടും. അതായത് ഇപ്പൊ ഞാൻ എക്സിന് 10 കൊടുത്തു വിചാരിക്കുക. എക്സിന് 10 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, 50 - 10 എന്ന് പറയുന്നത് 40 ആണ്. അതായത് 10ഉം 40ഉം ആണ് എന്ത് വരിക, ഇതിന്റെ രണ്ടിന്റെ സൈഡ്സ് വരിക
10 ഉം 40 ആണ് എന്ത് വരിക, ഇതിന്റെ നീളം വീതിയും വരിക. അപ്പൊ നമുക്ക് അതിന്റെ ഏരിയ എന്ത് കിട്ടും, 10 × 40 എത്ര വരും, 400 വരും. അതാണ് ഏരിയ വരുന്നത് അല്ലെ. അത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഈ ഇക്വേഷനകത്തേക്ക് എക്സിന്റെ പൊസിഷനിൽ 10 എന്ന് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, കൃത്യമായ വാല്യൂ കിട്ടുന്നതാണ് പറയുന്നത്. ശ്രദ്ധിക്കാം, നോക്കാം. അതായത് അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇവിടെ ബി ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് why are the numbers a of 10 and a of 40 are equal. അതായത് a of 10 എന്ന് പറയുന്നതും അതേപോലെ തന്നെ a of 40 എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്തുകൊണ്ടെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ അപ്പൊ അതിന് ഈക്വൽ ആണോ അല്ലെ നമ്മളത് കണ്ടുപിടിക്കണം അല്ലെ. a of 10 കണ്ടുപിടിക്കണം, a of 40 കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, a of 10 എന്ന് പറയുന്ന സമയത്ത് എന്ത് വരും, എക്സിന്റെ പൊസിഷനിലെല്ലാം 10 ആക്കി മാറ്റാം. നമ്മൾ നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 × 10, 50 × എക്സിന്റെ പൊസിഷനിൽ 10 കൊടുക്കാം മൈനസ് ഇവിടെ എന്ത് വരും, എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 10 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി ശ്രദ്ധിക്കുക, 50 × 10 എന്ന് പറയുന്നത് എത്രയാണ്, 500 ആണ്. മൈനസ് 10 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും, 100 വരും. ഇസ് ഈക്വൽ ടു 400 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ ഞാനിവിടെ തൊട്ടുമ്പോ പറഞ്ഞിട്ടുണ്ട് എക്സിന് നമ്മൾ 10 കൊടുത്താൽ ഇവിടെ 40 വരും അല്ലെ. അപ്പൊ അതിന്റെ ഏരിയ 10 × 40 ഇവിടെ എന്തെങ്കിലും 400 വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്രാക്ടിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ഇവിടെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്, സമവാക്യം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് സമവാക്യങ്ങളുടെ ഉപകാരം. നമുക്ക് ഡയറക്റ്റ് എക്സിന് 10 കൊടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു സൈഡ് 10 ആകുമ്പോഴേക്കും നമുക്ക് ഏരിയ വളരെ പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ, നമ്മൾ നീളം വീതിയും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഏരിയ കണ്ടുപിടിക്കാൻ പോകേണ്ട കാര്യങ്ങളില്ല. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നമ്മൾ ഇതേപോലെ a of 40 കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് when x is equal to 40, ഏരിയ when x is equal to 40 അല്ലെങ്കിൽ a of 40 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ഇക്വേഷനകത്ത് എക്സിന്റെ പൊസിഷനിലെല്ലാം 40 ആക്കി മാറ്റുക അല്ലേ. അപ്പോൾ 50 × 40 മൈനസ് 40 സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. 50 × 40, 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. 2 സീറോസും കൂടെ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് വരും, ടോട്ടലി 2000 വരും. ഇനി മൈനസ് 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 16 ആണ് അല്ലേ. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ 40ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് വരും 1600 വരും. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ മനസ്സിലെത്ത് വരും 400 വരും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്ത്, why is a of 10 and a of 40 are equal. അതായത് a of 10ന്റെ വാല്യൂ a of 40യുടെ വാല്യൂ ഈക്വൽ ആണ് എന്തുകൊണ്ട്. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാം. നമുക്ക് ഞാൻ ആദ്യം ഇവിടെ എന്ത് ചെയ്യണേ, എക്സിന് 10 കൊടുത്തു. എക്സിന് 10 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, 50. അത് നീളം ഒരു സൈഡ് ഞാൻ 10 എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സൈഡ് എന്ത് വരും, 50 - 10 40 വരും അല്ലെ. അപ്പൊ നീളം വീതി നമുക്ക് കിട്ടുന്ന എത്രയാണ്, 10 ഉം 40 ആണ് നമുക്ക് ഇവിടെ കിട്ടുക ഈ കേസിൽ. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഈ ഒരു കേസിൽ നോക്കാം. എക്സിന് ഞാൻ 40 കൊടുത്തു എന്ന് വിചാരിക്കാം. എക്സിന് 40 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 50 - 40 എന്ന് പറയുന്നത് എന്ത് വരും, 10 ആണ് വരിക. അപ്പൊ 40 10 ഇവിടെ ആണെങ്കിൽ സൈഡ്സ് വരുന്നത് എന്താണ്, 40 10 അല്ലേ. അപ്പൊ രണ്ട് കേസിലും കിട്ടുന്നത് ഇപ്പൊ ഒരു ചതുരം, ഇപ്പൊ ഈ ഒരു കേസിൽ ഇത് ചതുരം എക്സ് ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ, നീളം വീതി ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഈ കേസിൽ എങ്ങനെയാണ്, എക്സ് 40ഉം വീതി എന്ന് പറയുന്നത് 10 ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവും. രണ്ട് കേസിലാണെങ്കിൽ ചതുരം ഒന്നാണ്, നീളവും വീതിയും തുല്യമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ പരപ്പളവ് ഏരിയ തുല്യമായി വരാനുള്ള കാരണം. ഓക്കെ അല്ലേ. ഇനി അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ രണ്ട് എക്സുകൾ നമ്മൾ കൊടുക്കുന്ന ഈ അതായത് എ ഓഫ് എന്ന് പറഞ്ഞിട്ട് എ ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് സംഗതികൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ രണ്ടിന്റെ വാല്യൂസ് ഈക്വൽ ആവാനുള്ള കാരണം എക്സിന് നമ്മൾ കൊടുക്കുന്ന രണ്ട് വാല്യൂസും കൂട്ടിക്കഴിഞ്ഞാൽ 50 ആണ് വരുന്നതെങ്കിൽ, അതായത് എന്താ വരുന്നത്, ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 50 വരുന്നത് അല്ലെ. ശ്രദ്ധിക്കുക, ഇപ്പൊ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 50 വരുന്നത്. അതേപോലെ തന്നെ അതുകൊണ്ടാണ് സംഭവിക്കുന്നത്, എക്സിന് കൊടുക്കുന്ന രണ്ട് വാല്യൂസും കൂട്ടിക്കഴിഞ്ഞാൽ 50 ആണ് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന എ ഓഫ് ദാറ്റ് എക്സിന്റെ വാല്യൂ, എ ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും 400 ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? അതായത് എ ഓഫ് 10ഉം ശ്രദ്ധിക്കുക 10ഉം 40ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 50 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എ ഓഫ് 10ന്റെ വാല്യൂ എ ഓഫ് 40യുടെ വാല്യൂ 400 ആയിരിക്കും. ഇതേപോലെ നമുക്ക് വേറെ രണ്ട് വാല്യൂസ് എടുക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 20 30 എടുത്തെന്ന് വിചാരിക്കാം. 20ഉം 30ഉം ഈ 20ഉം 30ഉം കൂട്ടിക്കഴിഞ്ഞാൽ 50 ആണ് വരുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ എ ഓഫ് 20യുടെ വാല്യൂ ശ്രദ്ധിക്കുക, എ ഓഫ് 20യുടെ വാല്യൂ അതേപോലെ തന്നെ എ ഓഫ് 30യുടെ വാല്യൂ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്കും ചെയ്ത് നോക്കാം. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഞാൻ എക്സിന് 20 കൊടുത്തു കഴിഞ്ഞാൽ, എക്സിന് ഞാനിവിടെ 20 കൊടുക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ എക്സിന് 20 ആണ് ഞാൻ കൊടുക്കുന്നത്. ഒരു ഫസ്റ്റ് ഒരു കേസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എക്സിന് ഞാൻ 20 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സൈഡ് എന്ത് വരും, 50 - 20 എന്ന് പറയുന്നത് 30 വരും അല്ലെ. അപ്പോൾ 50 - x എന്ന് പറയുന്നത് ഒരു 30 വരും. ഇതാണ് നമ്മൾ സൈഡ്സ് എന്ന് പറയുന്നത് അല്ലെ. നീളം വീതി 20 30 ആണ്. അപ്പൊ അതിന്റെ ഏരിയ എന്ത് വരും, 2 × 3 6 അല്ലെ. എന്ത് വരും, 600 വരും.
ഇനി അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണേ, എക്സിന് 30 കൊടുത്തു അല്ലെ, എക്സിന് എന്ത് ചെയ്യണം 30 കൊടുക്കാണ്. എക്സിന് 30 കൊടുത്ത് ഞാൻ ശ്രദ്ധിക്കുക, എക്സിന് 30 കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ 50 - 30 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എന്ത് വരും, വീതി ആയിട്ടുള്ളത് എന്ത് വരും, 20 വരും അല്ലെ. അപ്പോ 50 - x എന്ന് പറയുന്നത് 20 വരും. അപ്പോഴും നീളം വീതി എന്ത് തന്നെയാണ്, 20 30 തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പരപ്പളവത്തിന് ഏരിയ എത്രയാണ്, 600 എന്ന് പറയാൻ പറ്റും. അത്ര മനസ്സിലായോ? അപ്പൊ ഇത്ര മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതായത് ടു ഗെറ്റ് ദ സെയിം ആസ് a of x. a of x ആയിട്ട് നമുക്ക് സെയിം വാല്യൂ വരണമെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് ആയിരിക്കണം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വാട്ട് മസ്റ്റ് ബി ദ റിലേഷൻ ബിറ്റ്വീൻ എക്സിന്റെ റിലേഷൻ, എക്സുകളെ a of x സെയിം ആയി വരണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എക്സുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണ്, ആ റിലേഷനാണ് പറഞ്ഞത് എന്ത്, ഈ രണ്ട് എക്സുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 50 ആണ് കിട്ടുന്നതെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന രണ്ട് എക്സിന്റെ വാല്യൂസും കൂട്ടിക്കഴിഞ്ഞാൽ 50 ആണ് കിട്ടുന്നതെങ്കിൽ a of x ന്റെ രണ്ട് വാല്യൂസ് എന്ത് വരും, 400 തന്നെ വരും. അതാണ് a of x എന്ന് പറഞ്ഞാൽ ഏരിയ, പരപ്പളവ് എന്ത് വരും, 400 തന്നെ വരും. അതിനൊരു അടുത്തൊരു ഉദാഹരണമായിട്ട് ഞാൻ 20 30 പറഞ്ഞത്. നിങ്ങൾക്ക് വേറെ വാല്യൂസ് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഞാൻ എക്സിന് 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, 600 കിട്ടുന്നുണ്ട് ഏരിയ പരപ്പളവ്. അതേപോലെ തന്നെ എക്സിന് 30 കൊടുത്താൽ എനിക്ക് എന്താ കിട്ടുന്നത്, 600 തന്നെ കിട്ടുന്നത് ഏരിയ അല്ലെ. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ എക്സിന്റെ വാല്യൂസ് കൂട്ടി കഴിഞ്ഞാൽ 50 ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പരപ്പളവുകൾ ഏരിയകൾ എന്തായി വരാനുള്ള കാരണം, ഈക്വലായി വരാനുള്ള കാരണം എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ. ഇനി ശ്രദ്ധിക്കുക, നമ്മളിപ്പോ ഒന്നാമത്തെ എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെ സ്പെഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ടോപ്പിക് വരുന്നത്, അതായത് ഇതില് തിയറി പാർട്ടെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഏതൊക്കെയാണ് പോളിനോമിയൽ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പോളിനോമിയൽ അല്ലാത്തത്, റൂട്ട് വരുന്നതും ബൈ ആയി വരുന്നതും ഡിനോമിനേറ്ററിൽ വരുന്നതും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ അതില് ഫസ്റ്റ് ഡിഗ്രി, അതായത് 1ാം ഡിഗ്രി 2ാം ഡിഗ്രി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യാം, അടുത്ത പേജ് നമ്പർ 126 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലെ. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഓരോ കേസുകളിലും കിട്ടുന്ന ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്ന സമവാക്യം അതൊരു പോളിനോമിയൽ ആണോ ബഹുപദമാണോ അല്ലെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ പോളിനോമിയൽ എന്താണെന്ന് ഏതാണെന്നുള്ളതും ഏതല്ല എന്നുള്ളതും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ കേസ്, അതായത് ഫസ്റ്റ് കേസ് പറയുന്നത് ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട് അല്ലെ, ഒരു സമചതുരാകൃതിയിലുള്ള ഒരു മൈതാനമുണ്ട്. അതിന് ചുറ്റും ഒരു 1 മീറ്റർ വിഡ്ത്തിൽ എന്തുണ്ട്, അതിന് ചുറ്റും ഒരു 1 മീറ്റർ വിഡ്ത്തിൽ ഒരു പാതയുണ്ട് എന്ന് പറഞ്ഞ ഒരു ട്രാക്ക് ഉണ്ട്. നമ്മൾ എല്ലാ ഗ്രൗണ്ടുകളും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അല്ലെ. എല്ലാ ഗ്രൗണ്ടുകളുടെയും ചുറ്റും എന്തുണ്ടാവും, ഒരു ഓടാനൊക്കെ വേണ്ടിയിട്ട് എന്തുണ്ടാവും, ഒരു ട്രാക്ക് ഉണ്ടാവും അല്ലെ. ഇങ്ങനെയാണ് തരുന്നത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഈ ഒരു മൈതാനത്തിന്റെ ഗ്രൗണ്ടിന്റെ ഒരു സൈഡും അതേപോലെ തന്നെ ഈ ഒരു ഇതിന്റെ ഏരിയ, ഈ നമ്മൾ ഈ പാതയുടെ അല്ലെങ്കിൽ ഈ ഒരു ട്രാക്കിന്റെ പരപ്പളവും തമ്മിലുള്ള ഏരിയ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇതിന്റെ ഈ സ്ക്വയർ ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് ഇതിന്റെ എക്സ് ആയിട്ട് എടുക്കാണ് അല്ലെ. സൈഡ് ഓഫ് സ്ക്വയർ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ എക്സ് ആയിട്ട് എടുത്തു. അതായത് സമചതുരാകൃതി ആയിട്ടുള്ള ഒരു മൈതാനത്തിന്റെ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് എന്ത് വേണം, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതായത് ഗ്രൗണ്ടിന്റെ ഏരിയ ശ്രദ്ധിക്കാം, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും, പരപ്പളവ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ചിഹ്നം. എല്ലാ സൈഡും എക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് ഇൻറ്റു എക്സ് എന്ത് വരും, എക്സ് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാൽ ഇതിന്റെ വിഡ്ത്ത് എത്രയാണ്, 1 മീറ്റർ ആണ്. എത്രയാണ്, 1 മീറ്റർ ആണ് ഈ പാതയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ നമുക്ക് വേണ്ടത് ഈ ഒരു ട്രാക്കിന്റെ ഏരിയ വേണം. അപ്പൊ ട്രാക്കിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ഇപ്പൊ നമ്മള് ഫോട്ടോന്റെ ഒക്കെ ഫ്രെയിം കാണുന്ന പോലെ ശ്രദ്ധിക്കുക, ഈ ഒരു വലിയ സ്ക്വയറിൽ നിന്നും എന്ത് ചെയ്യുന്നത്, സെന്ററിലുള്ള പാർട്ട് എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി അല്ലെ. അപ്പോൾ വലിയ സ്ക്വയറിൽ നിന്നും വലിയ സമചതുരത്തിൽ നിന്നും എന്ത് ചെയ്യണം, ചെറിയ സമചതുരത്തിന്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ചെറിയ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ സ്ക്വയറിന്റെ സൈഡ് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അതിന്റെ ഏരിയ തന്നെ എക്സ് സ്ക്വയർ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ വലിയ സ്ക്വയറിന്റെ സൈഡ് അല്ലെ, സൈഡ് ഓഫ് ലാർജർ സ്ക്വയർ, വലിയ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് എന്താണ്, എന്തുവരും നോക്കാം. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ നിന്ന് നേരെ താഴേക്ക്, എല്ലാവരും വിചാരിക്കുന്നത് x+1 ആണെന്നാണ് വിചാരിക്കുക അല്ലെ. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. നമുക്ക് അറിയാം ഇത്രയും ലെങ്ത് എന്താണ്, എക്സ് ആണ്
ഇത്രയും ലെങ്ത് എന്താണ് എക്സ് ആണ്. ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് വരുന്നുണ്ട്, ഒരു 1 മീറ്റർ വരുന്നുണ്ട് ഈ ട്രാക്കിന്റെ വിഡ്ത്ത്. അതേപോലെ തന്നെ ഇവിടെ എന്ത് വരുന്നുണ്ട്, ഇവിടെ ട്രാക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 1 മീറ്റർ വരും. ശരിയല്ലേ? അതായത് ഏത് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്, ഇത്രയും ദൂരം എന്താണ് എക്സ് ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1 മീറ്ററും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 1 + x + 1 ആണ്. അതായത് ടോട്ടലി x + 2 ആണ് വരുന്നുണ്ടാവുക. എന്ത് വരും, x + 2 ആണ് എന്ത് വരിക, ഇതിന്റെ ഒരു സൈഡ് വരിക. അങ്ങനെയാണെങ്കിൽ വലിയ സ്ക്വയറിന്റെ എല്ലാ സൈഡും എന്താണ് വരുന്നത്, x + 2 തന്നെയാണ് വരുന്നത് അല്ലെ. ഈ സൈഡിലേക്ക് x + 2 വരും, ഇവിടേക്കൊക്കെ എന്ത് വരും, x + 2 ആണ് വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ അതും കൂടെ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കണം അല്ലെ. ഏരിയ എന്ത് വരും, ഈ സൈഡ് ഇൻറ്റു സൈഡ്, അതായത് x + 2 ഇൻറ്റു x + 2 ചെയ്യും. അപ്പൊ എന്താ കിട്ടുക, x + 2 ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ചെറിയ സ്ക്വയറിന്റെയും വലിയ സമചതുരത്തിന്റെയും ഏരിയ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ട്രാക്കിന്റെ ഏരിയ വേണം. ട്രാക്കിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, വലിയ സ്ക്വയറിൽ നിന്നും ചെറിയ സ്ക്വയർ മൈനസ് ചെയ്യണം. ഏരിയ ഓഫ് ട്രാക്ക് അല്ലെ, ഏരിയ ഓഫ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, വലിയ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്, x + 2 ഹോൾ സ്ക്വയർ ആണ് അല്ലെ. മൈനസ് എന്ത് ചെയ്യണം, ചെറുതിന്റെ സ്ക്വയർ നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോ x + 2 ഹോൾ സ്ക്വയർ ആണ്, വലുതിന്റെ ഏരിയ എന്ന് പറയുന്നത് ചെറുതിന്റെ തന്നെ x² ആണ്. ശ്രദ്ധിക്കുക. ഇനി എന്ത് ചെയ്യും, നമ്മൾ ഇതിന്റെ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, a + b ഹോൾ സ്ക്വയർ ഫോമിലാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ a + b ഹോൾ സ്ക്വയർ എന്താ പറയുന്നത്, a + b ഹോൾ സ്ക്വയർ = a² + b² + 2ab എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ a² കാണണം, പിന്നെ b² കാണണം, പിന്നെ 2ab കാണണം. അപ്പൊ a ആയിട്ട് എന്താ വരുന്നത്, x ആണ്, x-ന്റെ സ്ക്വയർ പ്ലസ് b ആയിട്ട് എന്താ കിടക്കുന്നത് 2 ആണ്. അപ്പൊ ഇതിന് 2-ന്റെ സ്ക്വയർ അല്ലെ. ആദ്യത്തെ രണ്ടാമത്തെ നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ കണ്ടു. പ്ലസ് 2ab കാണണം, അതായത് 2 ഇൻറ്റു a എന്ന് പറയുന്നത് x ആണ്, ഇൻറ്റു b എന്ന് പറയുന്നത് 2 ആണ്, 2ab അല്ലെ, മൈനസ് x². ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കാം, ഇവിടെ ഒരു x² നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു -x² നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ രണ്ട് സംഗതികൾ ക്യാൻസൽ ചെയ്യാം. x² - x² അല്ലെ, അത് രണ്ടും എന്തായി പോകും, 0 ആയി പോകും. ബാക്കി പിന്നെ എന്തുണ്ടാവും, ഒരു 2² എന്ന് കിടക്കുന്നുണ്ട്, 4 കിടക്കുന്നുണ്ട്. പ്ലസ് ഇതെന്ത് വരും, 2 ഇൻറ്റു x എന്താണ്, 2x ആണ്. അല്ലെങ്കിൽ ഇവിടെ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 എന്ത് വരും, 4 വരും. 4 ഇൻറ്റു x എന്ന് പറയുന്നത് എന്താണ്, 4x ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4x + 4 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിന് വേണമെങ്കിൽ ഏരിയനെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ a(x) എന്ന് വിളിക്കാൻ പറ്റും, ഒരു പോളിനോമിയൽ ആയതുകൊണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കുന്നത്. ഇത് ഏറ്റവും കുറച്ചുകൂടി സിമ്പിൾ ആണ്. ഇനി ഒരു കാര്യം, നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്ന ഈ ഇക്വേഷൻ ഇത് പോളിനോമിയൽ ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇതെന്താണ്, പോളിനോമിയൽ ആണ്, ഇതൊരു നോർമൽ ഫോമിലാണ് നിൽക്കുന്നത്. പോളിനോമിയൽ അല്ല എങ്കിൽ അത് റൂട്ടിനകത്തോ അതായത് വാരിയബിൾ കേട്ടോ, നമ്മൾ x ആയിട്ട് ഉപയോഗിക്കുന്ന, ചരങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സംഗതിയിൽ x, y, z പോലുള്ള കാര്യങ്ങൾ റൂട്ടിനകത്തോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോളിനോമിയൽ അല്ല എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കേസിലും എന്താണ്, പോളിനോമിയൽ ആണെന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ പോളിനോമിയൽ എന്ന് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഒരു ജാറിൽ എന്തുണ്ട്, വെള്ളവും ആസിഡും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്, amount of ആസിഡ് എന്ന് പറയുന്നത് 3 ലിറ്റർ ആണ്. amount of വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്, 7 ലിറ്റർ ആണ്. അപ്പോ ഇവരെ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ആസിഡ് ഒഴിക്കുന്നുണ്ട് ഈ ഒരു ഇതിലേക്ക്. ഇപ്പൊ ടോട്ടലി 10 ലിറ്റർ ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ, ഒരു ലിക്വിഡിനകത്തുള്ളത്. ഇനി കുറച്ചുകൂടെ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആസിഡിന്റെ അളവ് കൂടും. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എത്ര ശതമാനമാണ് അവരെ ചേഞ്ച് ചെയ്തത് എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനത്തിൽ വരുന്ന മാറ്റം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ലാസ്റ്റ് ഒരു എക്സ്ട്രാ കുറച്ചും കൂടെ ആസിഡ് ഒഴിച്ചപ്പോഴും എത്ര ആസിഡ് ഉണ്ടാവുന്ന എക്സ്ട്രാ നമ്മൾ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴുണ്ടാവുന്ന ആസിഡിന്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്താ ചെയ്യാം, ഈ രണ്ടും കൂടെ മൈനസ് ചെയ്യാം. ഡിഫറൻസ് കണ്ടുപിടിച്ച് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്ത് രണ്ടും കൂടെ കുറയ്ക്കുക. ആദ്യത്തെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം, രണ്ടാമത്തെ ആസിഡിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം, പിന്നെ അവ തമ്മിൽ എന്ത് ചെയ്യുക, കുറയ്ക്കുക അല്ലേ. ഇനി ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, എമൗണ്ട് ഓഫ് ആസിഡ് എഴുതി വെച്ചു, എമൗണ്ട് ഓഫ് വാട്ടർ എഴുതി വെച്ചു അല്ലേ. ഇനി എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് ഓഫ് ആസിഡ് അല്ലേ.
പെർസെൻറ്റേജ് ഓഫ് ആസിഡ്, ആസിഡിന്റെ ശതമാനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുക? പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഏതൊരു കാര്യം ചോദിച്ചാലും ഇപ്പൊ നിങ്ങൾ മാർക്ക് ആലോചിക്കാം, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ ഇൻറ്റു 100 ചെയ്താൽ മതി. നിങ്ങൾ മാർക്ക് എങ്ങനെ എഴുതാറ്? ഇപ്പൊ 10ൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം അല്ലെ. ഇവിടെ 3 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ എത്ര വരുന്നത്? 10 ആണ് വരുന്നത്. അപ്പൊ നിങ്ങളത് ഇങ്ങനെ എഴുതാം, 10ൽ 3 മാർക്ക്, ഇതിങ്ങനെ എഴുതാം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കിട്ടിയ മാർക്കിന് നിങ്ങൾക്ക് ഇനി പെർസെൻറ്റേജിലേക്കാണ് മാറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇൻറ്റു 100 ചെയ്യാം. അതല്ല 10ൽ പറഞ്ഞിരിക്കുന്ന മാർക്കിന് നിങ്ങൾക്ക് 50ലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, 50ലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 50 ചെയ്യാം. ഇത്രേ ചെയ്യാനുള്ളൂ. അതല്ല ഇനി 60ലേക്കാണ്. ഇപ്പൊ ചില ക്വസ്റ്റ്യനൊക്കെ ചില കേസുകളിലൊക്കെ പരീക്ഷയിൽ നിങ്ങൾക്ക് 40 കിട്ടിയ മാർക്കിനെ 50ലേക്ക് മാറ്റാനൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ 40ൽ നിങ്ങൾക്ക് ഒരു 35 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഇതിങ്ങനെ എഴുതാം 40ൽ 35. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഇൻറ്റു 50 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറി? നിങ്ങൾക്ക് വേണ്ട എന്തായി മാറി? നിങ്ങൾക്ക് വേണ്ട മാർക്കായി മാറി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ ടോട്ടലി 10 ലിറ്റർ ആണുള്ളത്. അതിൽ 3 ലിറ്റർ ആണ് എന്ത് വരുന്നത്? ആസിഡ് വരുന്നത്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ പെർസെൻറ്റേജ് കിട്ടും അല്ലെ. അപ്പോൾ ഇതെങ്ങനെ വരും? കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഈ 0യും ക്യാൻസൽ ചെയ്യാം. 3 × 10 എന്ന് പറയുമ്പോൾ 30% എന്ന് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ അല്ലേ? ഇങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിതിന് ഇങ്ങനെ നിർത്തുകയാണ്. നമുക്ക് എന്താ വെച്ചാൽ അടുത്ത ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ നിർത്തുന്നുണ്ട്. 3/10 × 100 എന്നുള്ള കാര്യം. ഓക്കെ, ഇതിങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. അതിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചു എന്ന് മാത്രം. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും? ഇത് ഇങ്ങനെയാണ് ഉപയോഗിക്കുക. കാരണം വെച്ചാൽ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാറുള്ളത്. ഇനി സെക്കൻഡ് കേസ് എന്താ പറഞ്ഞേക്കുന്നത്? മോർ ആസിഡ്സ് ആർ ആഡഡ് അല്ലെ. മോർ ആസിഡ് ഈസ് ആഡഡ്. മോർ ആസിഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് amount of acid എന്ന് പറയുന്നത് എത്ര വരുന്നത്? 3 പ്ലസ് amount of acid added അല്ലെ. amount of acid added ആദ്യം കണ്ടുപിടിക്കാം. എത്രയാണ്? ഒരു x ലിറ്റർ ആണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തത്. അങ്ങനെ വിചാരിച്ചോളൂ. എത്രയാണ്? x ലിറ്റർ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എന്തിന്റെ അളവ്? എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിൽ amount of ആസിഡ് എന്ന് പറയുന്നത്, ആസിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത്, ഇൻ ദാറ്റ് ലിക്വിഡ് അല്ലെ, അതിനകത്ത് എത്ര വരുന്നുണ്ട്? x+3 ലിറ്റർ ആണ്. ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട്, ആ ലിറ്റർ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി. ഓക്കെ, അതായത് ഇപ്പൊ നിലവിൽ എത്ര ഉണ്ട്? നേരത്തെ ഒരു 3 ലിറ്റർ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഒരു എക്സ്ട്രാ x ലിറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ടോട്ടലി ഈ ലിക്വിഡിനകത്ത് x+3 ലിറ്റർ ആണ് കയ്യിൽ ആ ലിക്വിഡിനകത്തുള്ള അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിലുള്ള ആസിഡിന്റെ അളവ്. ഇനി അങ്ങനെയാണെങ്കിൽ amount of water എന്ന് പറയുന്നത് എത്രയാണ്? ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലെ. amount of വാട്ടർ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തിട്ടില്ല. എത്രയാണ്? 7 ലിറ്റർ തന്നെയാണ്. ടോട്ടൽ amount of എന്ന് പറയുന്നത് ലിക്വിഡ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ടോട്ടൽ amount of ആകെ അതിലുള്ള ദ്രാവകത്തിന്റെ അളവ് അല്ലെ, ആകെ ദ്രാവകത്തിന്റെ അളവ് amount of ലിക്വിഡ് എന്ന് പറയുന്നത് എന്ത് വരും? എത്ര വരും? നേരത്തെ ഉണ്ടായിരുന്നത് 7 3 10 ലിറ്റർ ആയിരുന്നു. ഇപ്പൊ ഒരു x ലിറ്റർ ആസിഡ് കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ടോട്ടൽ ഉള്ളത് 10 + x ലിറ്റർ ആണ് ഇപ്പൊ ടോട്ടലി ഉള്ളത്. ആകെ ആ ജാറിനകത്ത് അല്ലെങ്കിൽ ആ പാത്രത്തിനകത്ത് എത്ര വരുന്നുണ്ട്? 10 + x ലിറ്റർ ആണ് ആകെ ഉള്ളത്. ആസിഡിന്റെ അളവ് എന്ന് പറയുന്നത് x+3 ലിറ്റർ ആണ്. വാട്ടറിന്റെ അളവ് എത്രയാണ്? 7 ലിറ്റർ ആണ്. യാതൊരു മാറ്റമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നിലവിലുള്ള ആസിഡിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ആസിഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, പെർസെൻറ്റേജ് ഓഫ് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ചെയ്യാം? ടോട്ടലി എത്ര ഉണ്ടെന്ന് ആദ്യം എഴുതാം. ടോട്ടലി എത്ര വരുന്നത്? 10 + x ലിറ്റർ ആണ്. 10 + x ലിറ്റർ ആണ്. നമ്മൾ ആസിഡിന്റെ അളവ് എത്രയാണ്? അതിൽ x+3 ലിറ്റർ ആണ് അതിൽ വരുന്ന എന്തിന്റെ അളവ്? ആസിഡിന്റെ അളവ്. ഇത് ഇൻറ്റു 100 ചെയ്യാം അല്ലെ. നമ്മൾ ആസിഡിന്റെ അളവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലിക്വിഡിന്റെ അളവ് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് കിട്ടുന്നത്, അവിടുത്തെ പെർസെൻറ്റേജ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തല്ലോ, ടോട്ടലി 10 ലിറ്റർ ആണുള്ളത്, അതിൽ 3 ലിറ്റർ ആണ് ആസിഡിന്റെ വരുന്നത്. ഇൻറ്റു 100 ചെയ്യുന്ന പെർസെൻറ്റേജിലേക്ക് മാറ്റാം. അങ്ങനെ ഇനി നമുക്ക് എന്താ വേണ്ടത്? ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ആണ് അല്ലെ. ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് കൂടുതൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആസിഡ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആസിഡിന്റെ അളവും കൂടും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജും കൂടും അല്ലെ. അപ്പൊ ഇതാണ് വലിയ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിൽ നിന്നും ഈ ചെറിയ പെർസെൻറ്റേജ് കുറയ്ക്കുക. അതെങ്ങനെ വരിക? x+3/10 + x × 100 അല്ലെ, × 100 -
പിന്നെ ഇവിടെ എത്ര വരുന്നത് 3/10 into 100 എന്ന് പറയാൻ പറ്റും. 3/10 into 100 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് കേസിലും ഇൻറ്റു 100 ഉണ്ട്, അത് കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുക്കാണ്. അപ്പോൾ ബാക്കി പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക, x+3 ശ്രദ്ധിക്കുക, x+3/10 പ്ലസ് എക്സ് മൈനസ് 3/10 into 100 എന്ന് പറഞ്ഞു. ഓക്കെ, ആ 100 എന്ന് പറയുന്നത് രണ്ടിലുള്ളത് കൊണ്ട് ഞാൻ ഇതിന് കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റി നിർത്തി ഇൻറ്റു 100 എന്നുള്ള കാര്യം. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെ 100 ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താവുക, x+3/10 പ്ലസ് എക്സ് ആണ്, മൈനസ് ഇവിടെ ബാക്കി എന്താവുക 3/10 ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ആസിഡിന്റെ അളവും ശ്രദ്ധിക്കുക, എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ആസിഡിന്റെ അളവും അതേപോലെ തന്നെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് ആസിഡ്, ആസിഡിന്റെ എത്രത്തോളം പെർസെൻറ്റേജ് മാറിയിട്ടുണ്ട്, ഇവ തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു, അതിന് ഞാൻ C(x) എന്ന് വിളിച്ചെന്ന് വിചാരിച്ചു. ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഞാൻ C(x) എന്ന് വിളിച്ചു. ഈ x എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത ആസിഡിന്റെ അളവാണ് അല്ലെ. അപ്പൊ എക്സും C(x) തമ്മിലുള്ള ചേഞ്ചും തമ്മിലുള്ള റിലേഷൻ ആണ് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന സംഗതി നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷൻ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം അത് പോളിനോമിയൽ ആണോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ എന്ത് വരുന്നുണ്ട്, വാരിയബിൾ വരുന്നുണ്ട്. ഛേദത്തിൽ എന്ത് വരുന്നുണ്ട്, വാരിയബിൾ എന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല, പോളിനോമിയൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് മൂന്നും സെപ്പറേറ്റ് കേസ്, ഒരു ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മൂന്നും വ്യത്യസ്ത കേസുകളാണ്. അത് പോളിനോമിയൽസ് ആണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ രണ്ട് പോൾസ് ഉണ്ട്, വെർട്ടിക്കലി നമ്മളിങ്ങനെ കുത്തിവെച്ചിരിക്കുന്നത് രണ്ട് കമ്പുകളാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇങ്ങനെ ഇതിന് ഒരെണ്ണത്തിന്റെ നീളം 3 മീറ്റർ ആണ്, രണ്ടാമത്തെ നീളം എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഇവയ്ക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, 5 മീറ്റർ ആണ് വരുന്നത്. ഇവയ്ക്കിടയിലുള്ള ദൂരം എത്രയാണ്, 5 മീറ്റർ ആണ്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ മുകളിൽ നിന്നും താഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കയറിങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കയർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് കെട്ടിയിട്ട് എന്ത് ചെയ്ത് ഇതിന്റെ നേരെ അറ്റം, ഇതിന്റെ ഒരു പോയിന്റ് ഇവിടെ താഴെ ഫ്ലോറിൽ ഇവിടെ നമ്മളിവിടെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിത്രം കിടക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ കമ്പിന്റെ അല്ലെങ്കിൽ ഈ പോളിന്റെ വെർട്ടിക്കൽ പോളിന്റെ താഴത്തെ അറ്റത്ത് നിന്നും ഇവിടെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് റോപ്പ് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ, ഈ ദൂരവും റോപ്പിന്റെ ടോട്ടൽ ലെങ്തും കയറിന്റെ ആകെ ടോട്ടൽ നീളവും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ദൂരം എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ദൂരം എക്സ് ആയി ആണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ റോപ്പിന്റെ നീളം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ എക്സും റോപ്പിന്റെ നീളവും തമ്മിലുള്ള, അപ്പൊ ആ റോപ്പിന്റെ നീളം നമ്മൾ കണ്ടുപിടിക്കുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും, എക്സും ഈ റോപ്പിന്റെ നീളം തമ്മിലുള്ള ഒരു റിലേഷൻ എക്സിന്റെ ടേമിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ കിട്ടുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കണക്കിന്റെ ഒരു ബീജഗണിത രൂപം അല്ലെ, അത് പോളിനോമിയൽ ആണോ ബഹുപദമാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ. അപ്പോൾ ജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഓക്കെ ഞാൻ പേര് കൊടുക്കുകയാണ്. ഈ പോളിന് AB എന്നും ഇതിന് CD എന്നും ഞാൻ പേര് വിളിച്ചു. അതേപോലെ തന്നെ ഈ പോയിന്റ് ഏതാണ്, P ആണ്. ഓക്കെ, പോയിന്റ് P ആയിട്ട് എടുത്തു. ഇനി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ ദൂരം x ആണെങ്കിൽ ഇപ്പുറത്തുള്ള ഈ ദൂരം എന്ത് വരും, 5 - x വരും. ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പോൾ ഈ AP എന്നുള്ള ദൂരം 1 മീറ്റർ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, PC എന്നുള്ള ദൂരം എന്ത് വരും, 4 വരും അല്ലെ. ഇവിടെ 1 ആണെങ്കിൽ ഇപ്പുറത്ത് 4 വരും, എന്നാലും 2 കൂട്ടി 5 വരുള്ളൂ അല്ലെ. അപ്പൊ ഈ 4 എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ കിട്ടുന്നത്, 5ൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കണം അല്ലെ. 5ൽ നിന്ന് 1 കുറച്ചാലേ നമുക്ക് കിട്ടുള്ളൂ, 4 കിട്ടുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സിന് ഇവിടെ ഈ ദൂരം ഞാൻ 2 മീറ്റർ ആണ് കൊടുത്തെങ്കിൽ ഇപ്പുറത്തുള്ള ഈ ദൂരം എന്ത് വരും, അത് 3 മീറ്റർ വരും. ഇത് 3 ആണ് നമ്മൾ എങ്ങനെ പറയുന്നത്, 5ൽ നിന്നും എന്ത് ചെയ്യണം, ഈ 2 കുറയ്ക്കണം അല്ലെ. അപ്പൊ ഞാൻ ഈ ദൂരം എക്സ് ആയിട്ടാണ് എടുത്തതെങ്കിൽ ഈ നീളം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, 5ൽ നിന്നും എക്സ് കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ നീളം കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, 2 സൈഡുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ അല്ലെ. ഇനി നോക്കുക, ശ്രദ്ധിക്കുക, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്ര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇഫ് AP is equal to നമ്മൾ എക്സ് എന്നാണ് നമ്മൾ എടുത്തതെങ്കിൽ then AP എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ
PC എന്ന് പറയുന്നത് എന്ത് വരും 5 - x എന്ന് വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. രണ്ട് മട്ട ത്രികോണങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ രണ്ട് മട്ട ത്രികോണങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ത്രികോണങ്ങളുടെയും പാദവും ലംബവും അല്ലെങ്കിൽ ബേസും ഹൈറ്റും നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് x ആണ്, ഇതിന്റെ ഹൈറ്റ് 3 ആണ് അല്ലേ? ഇതിന്റെ ബേസ് 5 - x ആണ്, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് ഓരോ ത്രികോണങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും. ത്രികോണം A B P എന്ന് പറയുന്ന ത്രികോണം എടുക്കുക. അതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? AP എന്ന് പറയുന്നത് എത്രയാണ്? x ആണ്. AP എന്ന് പറയുന്ന ദൂരം x ആണ്. AB എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. നമ്മുടെ ആവശ്യം എന്താണ്? BP കണ്ടുപിടിക്കണം. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? പൈതോറസ് ഉപയോഗിക്കുക അല്ലെ? സൈഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പൈതോറസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ അല്ലെ? BP സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും? AP സ്ക്വയർ പ്ലസ് AB സ്ക്വയർ എന്ന് പറയാൻ പറ്റും അല്ലെ? ഇനി ശ്രദ്ധിക്കുക, AP യുടെ നീളം എത്രയാണ്? AP യുടെ നീളം x ആണ്, x സ്ക്വയർ പ്ലസ് AB യുടെ നീളം എത്രയാണ്? 3 ആണ്, 3 സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലെ? വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക. ഇനി എന്ത് ചെയ്യണം? BP സ്ക്വയർ ഇസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക, BP സ്ക്വയർ ഇസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് എന്താ കിട്ടിയിട്ടുള്ളത്? 3 സ്ക്വയർ എന്ന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ BP യുടെ നീളം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? BP is equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BP യുടെ നീളം കിട്ടണമെങ്കിൽ ഈ സ്ക്വയറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് 9 എന്ന് പറയാൻ പറ്റും. 3 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? BP യുടെ നീളം കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ BP യുടെ നീളം കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് DP യുടെ നീളം കണ്ടുപിടിക്കണം. ഈ DP യുടെ നീളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ത്രികോണം പരിഗണിക്കുകയാണ്. അതേതാണ് ത്രികോണം? CDP എന്ന് പറയുന്നത്. CDP എന്ന് പറയുന്ന ത്രികോണമാണ്. അതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? CP യുടെ നീളം അറിയാം, എത്രയാണ്? 5 - x ആണ്. പിന്നെയോ CD യുടെ നീളം എത്രയാണ്? CD എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണെന്ന് പറയാൻ പറ്റും അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ്? PD യുടെ നീളം വേണം. അപ്പൊ നമ്മൾ എന്ത് പൈതോറസ് ഉപയോഗിക്കണം അല്ലെ? PD സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വേണം? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് സൈഡ് സ്ക്വയർ ആണ്. അതായത് PC അല്ലെ? CP സ്ക്വയർ പ്ലസ് CD സ്ക്വയർ എന്ന് പറയാൻ പറ്റും. CP സ്ക്വയർ പ്ലസ് CD സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഇനി CP യുടെ നീളം എത്രയാണ്? 5 - x ആണ്. 5 - x ഹോൾ സ്ക്വയർ പ്ലസ് CD യുടെ നീളം എത്രയാണ്? 4 ആണ്. 4 സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ കാര്യം എങ്ങനെ ചെയ്യാന്ന് നോക്കാം. ഇത് A - B ഹോൾ സ്ക്വയർ ഫോർമുല നിൽക്കുന്നത്. A - B ഹോൾ സ്ക്വയർ ഫോർമുല. അപ്പൊ അത് നമ്മൾ എങ്ങനെ ചെയ്യാം? A സ്ക്വയർ എഴുതണം, B സ്ക്വയർ എഴുതണം, -2AB എഴുതണം. നേരത്തെ നമ്മൾ A + B സ്ക്വയർ എഴുതിയിട്ടുണ്ടായിരുന്നു അതേപോലെ. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യണേ? A ആയിട്ട് 5 ആണ് കിടക്കുന്നത്, 5 സ്ക്വയർ എഴുതി. പിന്നെ അടുത്ത എന്ത് ചെയ്യണം? B സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ? A സ്ക്വയർ B സ്ക്വയർ -2AB. ശ്രദ്ധിക്കുക, 2 × 5 × x അല്ലെ? 2 × 5 × x എന്ന് പറയാൻ പറ്റും. പ്ലസ് പിന്നെ എന്ത് ചെയ്യണം? 4 സ്ക്വയർ എന്ന് എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ഞാൻ x സ്ക്വയറിന് എഴുതി കേട്ടോ. ഇതാണ് ഓർഡർ. ഇങ്ങനെ നമ്മൾ എഴുതി, നിങ്ങൾ ഒരുപാട് സംഗതികൾ വന്നു കഴിഞ്ഞാൽ, ഒരുപാട് ടേംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം x സ്ക്വയർ എഴുതുക, പിന്നെ x പിന്നെ നമ്പർ എഴുതുക. അങ്ങനെയാണ് ഒരു ഓർഡർ വരുന്നത്. x സ്ക്വയർ എഴുതി, പിന്നെ x ന്റെ ടേം ഇതാണ് വരുന്നത്. ഏതാണ്? 2 × 5 എത്രയാണ്? 10 ആണ്. 10 × x എന്ന് പറയുന്നത് 10x എന്ന് പറയാൻ പറ്റും. അപ്പൊ -10x എന്നല്ല, -2 × 5 × x എത്രയാണ് വരുന്നത്? -10x എന്ന് പറയാൻ പറ്റും. ഇനി പ്ലസ് ഇവിടെ ഒരു 5 സ്ക്വയർ കിടക്കുന്നുണ്ട്, 25 ആണ്. ഇവിടെ ഒരു 4 സ്ക്വയർ കിടക്കുന്നത് എത്രയാണ്? 16 ആണ്. അപ്പൊ നമുക്ക് എത്ര വരും? x സ്ക്വയർ -10x പ്ലസ് ഇത് എത്ര വരും? 41 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കേണ്ട കാണിച്ചത് PD സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് അല്ലെ? അങ്ങനെയാണെങ്കിൽ PD ഇസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും റൂട്ട് ഓഫ് എന്ത് എഴുതാം? x സ്ക്വയർ. ശ്രദ്ധിക്കുക, x സ്ക്വയർ -10x പ്ലസ് 41 എന്ന് പറയാൻ പറ്റും. ഇതാണ് PD യുടെ വാല്യൂ അല്ലെ? നമുക്ക് വേണ്ട എന്താണ്? ടോട്ടലി ഈ കയറിന്റെ ലെങ്ത് ആണ്. അതായത് ലെങ്ത് ഓഫ് റോപ്പ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ? ലെങ്ത് ഓഫ് കയറിന്റെ നീളം, ലെങ്ത് ഓഫ് റോപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടണം. അതായത് BP പ്ലസ് PD ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ BP യുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? BP യുടെ നീളം നമുക്ക് കിട്ടിയില്ല, റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് 9 ആണ്. റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് 9 ആണ് വരുന്നുണ്ടാവുക. പ്ലസ് പിന്നെ എന്ത് ചെയ്യണം? അടുത്തത് എന്താണ്? PD യുടെ നീളം റൂട്ട് ഓഫ് x സ്ക്വയർ -10x പ്ലസ് 41 ആണ്. ഓക്കെ അല്ലേ? ഈ തന്നിരിക്കുന്ന കാര്യം പോളിനോമിയൽ ആണോ? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വാരിയബിൾ എന്തിൽ വരുന്നുണ്ട്? റൂട്ടിനകത്ത് വരുന്നുണ്ട്
അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറ്റും, വാരിയബിൾ ഇവിടെയും വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട്, ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമുക്ക് വാരിയബിൾ റൂട്ടിനകത്താണ് വരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാൻ കഴിയില്ല, അത് പോളിനോമിയൽ ആണ് എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.